വേദപ്രയാഗ് മീഡിയയിലേക്ക് സുസ്വാഗതം. ഭക്തർ ഏത് ക്ഷേത്രത്തിൽ തൊഴാനായിട്ട് നിൽക്കുമ്പോഴും ഉള്ളിൽ ഒരേ ഒരു പ്രാർത്ഥന ആയിരിക്കും ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുക. ഭഗവാന്റെ നാമം കാര്യങ്ങളൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിൽ തന്നെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഉള്ള പ്രാർത്ഥന, ഭഗവാനെ എനിക്ക് നല്ലൊരു ദർശനം തരണേ, ഭഗവാനെ ഏറ്റവും കാര്യമായിട്ട്, ഏറ്റവും കൃത്യമായിട്ട്, ഏറ്റവും ഭംഗിയായിട്ട് കാണാനായിട്ടുള്ള ഒരു അവസരം എനിക്ക് തന്നെ എന്നായിരിക്കും ഏറ്റവും കൂടുതൽ ആളുകളുടെയും ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു പ്രാർത്ഥന. പ്രത്യേകിച്ച് വലിയ ക്ഷേത്രങ്ങളിൽ, ഗുരുവായൂർ പോലെയുള്ള ക്ഷേത്രങ്ങളിൽ കണ്ണനെ കാണാനായിട്ട് നിൽക്കുമ്പോൾ പ്രത്യേകം ഒരു പ്രാർത്ഥന അത് തന്നെ ഉണ്ടാവും. കണ്ണാ, നിന്നെ അടിമുടി ഒന്ന് കാണാനായിട്ടുള്ള ഒരു ഭാഗ്യം തരണേ എന്നുള്ള ഒരു പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവും. അങ്ങനെ നമ്മൾ വളഞ്ഞ് ചുറ്റി ക്യൂവൊക്കെ കഴിഞ്ഞ് അകത്ത് കയറി ശ്രീലകത്തിൻ്റെ മുന്നിലേക്ക് മണ്ഡപം കഴിഞ്ഞ് ശ്രീകോവിലിൻ്റെ അടുത്തേക്ക് എത്തി, സോപാനപ്പടിയുടെ തൊട്ടടുത്ത് എത്തി കഴിയുമ്പോൾ, ഉള്ളിലേക്ക് നോക്കാറായി കഴിയുമ്പോൾ ഭഗവാനെ എന്ന് ഒരേ ചിന്തയാൽ, വേറെ ഒരു ശ്വാസം നമ്മൾ എടുക്കുന്നുണ്ടോ, ഹൃദയം ഇടിക്കുന്നുണ്ടോ എന്ന് വരെ അറിയാത്ത ഒരു നിമിഷം വരും. ആ നിമിഷത്തിലും നമ്മൾ അകത്തേക്ക് ഒരേ നോട്ടമായിരിക്കും. അകത്ത് അതിഭയങ്കര ഭക്തിയോടുകൂടി നമ്മളുടെ ആ നോട്ടത്തിൽ ഏത് ദേവനായാലും അതിഭയങ്കരമായ തേജസ്സോടുകൂടി വിളങ്ങി നിൽക്കുന്ന മുഖമായിരിക്കും ഭഗവാന്റേത്. ദേവതാ വ്യത്യാസമില്ലാതെ ഉള്ളിൽ ആ ലൈറ്റ് കൊണ്ട് ഭഗവാന്റെ മുഖം വളരെ തേജസ്സുറ്റതായിട്ട് കാണാൻ കഴിയും. പക്ഷേങ്കിൽ അതിശയം എന്ന് പറയട്ടെ, ആ പോകുന്നതിൽ, ആ നോക്കുന്നതിൽ 99% ആളുകളും അപ്പോഴേക്കും 2 കണ്ണുകളും ഇറുക്കി അടച്ചിട്ടുണ്ടാവും. അല്ലേ? ഇത് നിങ്ങൾക്കും സംഭവിച്ചിട്ടില്ലേ? നമ്മളുടെ പരമാത്മാവിനറിയാം നമ്മളിൽ തന്നെയാണ് ആ നോക്കുന്നതിരിക്കുന്നതെന്ന്. ആ ഒരു ബോധം നമ്മളുടെ ആത്മാവിനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ 2 കണ്ണും അടച്ചു പോകുന്നത്. അല്ലെങ്കിൽ ഈ ദുരിതങ്ങളും ഇത്രയും നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഭഗവാനെ കാണുമ്പോൾ നമ്മൾ കണ്ണടയ്ക്കുമോ? ഇല്ല. ഞാൻ എന്നിലെ ഭഗവാനെ ദർശിക്കുന്നു. ഓം നമോ നാരായണായ.